ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്പുക്കുട്ടന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ടോയ് ആണ്. നമ്മുടെ അപ്പുക്കുട്ടൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഡോഗിൻ്റെ വീട് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇന്നാണ് വന്നത്. അപ്പുക്കുട്ടൻ ഇവിടെ ഇല്ല, അപ്പുക്കുട്ടൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഞാൻ അപ്പോൾ അപ്പുക്കുട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ അപ്പുക്കുട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. മഴ ഇങ്ങനെ പെയ്യാൻ റെഡിയായിട്ട് നിൽപ്പുണ്ട്. പോയിട്ട് വന്നിട്ടേ മഴ പെയ്യാവളെന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. നമ്മുടെ അപ്പുക്കുട്ടൻ്റെ കോലം കണ്ടോ? നമ്മുടെ അപ്പുക്കുട്ടൻ ഇങ്ങനെയാണ്. സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ എന്തോ വലിയൊരു പണി ചെയ്യാൻ പോയിട്ട് വന്നതുപോലെയാണ്. അതേ കണ്ടോ, അപ്പുക്കുട്ടൻ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പുക്കുട്ടന് ഗിഫ്റ്റ് വേണ്ടേ? അമ്മ വീട്ടിൽ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പുക്കുട്ടന്. എന്താന്ന് പറയത്തില്ല, വീട്ടിലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. അമ്മ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഉറങ്ങല്ലേ? അതൊന്നും പറയത്തില്ല, വീട്ടിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉറങ്ങല്ലേ? ഉറങ്ങിയേ കിട്ടത്തില്ല. ഉറങ്ങിയേ കിട്ടത്തില്ല. നമ്മുടെ അപ്പുക്കുട്ടൻ എങ്ങനെയാണെന്നറിയാവോ? സ്കൂളിൽ ഉറക്കുമ്പോൾ ഉറങ്ങത്തില്ല കേട്ടോ. നമ്മുടെ അപ്പുക്കുട്ടൻ ഒരു ചെറിയ ജലദോഷമൊക്കെ ആയിട്ടാണ് അപ്പുക്കുട്ടൻ വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടനാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്. മിക്കവാറും അപ്പുക്കുട്ടൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഉറങ്ങും. അപ്പുക്കുട്ടൻ അമ്മ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഉറങ്ങരുത് കേട്ടോ. ഉറക്കം വരുന്നുണ്ടോ അപ്പുക്കുട്ടന്? നമുക്ക് പോവാം. അങ്ങനെ ഞാനും അപ്പുക്കുട്ടനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അപ്പുക്കുട്ടൻ ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ഡോഗിൻ്റെ വീടാണോ എന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഗിഫ്റ്റൊക്കെ ഞാൻ അപ്പുക്കുട്ടൻ എടുത്ത് കൊടുത്തു. അപ്പുക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നേ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പുക്കുട്ടൻ ആഗ്രഹിച്ച ഒരു സാധനമാണല്ലോ അവൻ്റെ കൈ കിട്ടിയിരിക്കുന്നത്. അവൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കും അങ്ങ് മനസ്സ് നിറയെ. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അവരൊരു ടോയ് അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ സാധനങ്ങളായിരിക്കും, പക്ഷേ അവർക്കത് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്കും കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അങ്ങനെ അപ്പുക്കുട്ടൻ ഓടിക്കൊണ്ടുപോയി പപ്പാച്ചിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കണം കേട്ടോ. ആളിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പുക്കുട്ടന്. സാധാരണ നമ്മുടെ അപ്പുക്കുട്ടൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉറക്കമൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ എൻ്റെ പൊന്നൊന്നും പറയണ്ട, അത്രയ്ക്ക് വഴക്കും കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. അതുകൂടാതെ അവന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോർലിക്സ് വേണം, എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വേണം, അങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ അപ്പുക്കുട്ടന് ഇതൊന്നും വേണ്ട ഗൈസ്. അവൻ ആ ഡോഗിൻ്റെ വീട് കിട്ടിയതോടെ വേറെ എല്ലാം മറന്നു. അങ്ങനെ നമ്മുടെ മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പുറത്തും പോകണം. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു മഴ കുറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല ഗൈസ്, മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞ് ഇനിയും വെയിറ്റ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയാകും. പിന്നെ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കും ആ ഒരു ടൈമിൽ. മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഡ്രൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നില്ല. ഞാനും അപ്പുക്കുട്ടനും മമ്മിയും കൂടെ പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 കമ്മൽ മാറിയെടുക്കാൻ പോവുകയാണ് ഗൈസ്. അത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ജി ഗോൾഡിലേക്കാണ് ഞങ്ങൾ പോയത്. എൻ്റെ മാറണമായിരുന്നു, മമ്മിയുടെ മാറണമായിരുന്നു. എൻ്റെ 2 കമ്മലും അതിൻ്റെ പിരിയെല്ലാം ലൂസായിട്ട് ഇടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നതിലും ഭേദം ചേഞ്ച് ചെയ്തെടുക്കുവാണല്ലോ. ഏതായാലും അവരെ പിന്നെ ഇടാനും പറ്റത്തില്ല, വെറുതെ ഇരുന്ന് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ. അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ടൈം എടുത്തു കേട്ടോ എല്ലാം നോക്കി വന്നപ്പോഴത്തേക്കും. ഞങ്ങളുടെ മമ്മിയുടേതാണെങ്കിലും പഴയ കമ്മൽ കൊടുത്തിട്ടാണ് നമ്മൾ മാറിയെടുത്താണ്, പുതിയ കമ്മലെടുത്താണ്. ഞാനും എൻ്റെയും 2 കമ്മലും മാറി. പിന്നെ എൻ്റെ കാലിൽ കിടന്ന മിഞ്ചി ഞാൻ മിക്കപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഓർക്കും ഇത് മാറണമെന്ന്. ഒരു 7 വർഷമായിട്ടുണ്ട് എൻ്റെ കാലിൽ കിടന്ന മിഞ്ചി. 7 വർഷത്തിന് ശേഷമാണ് ഞാൻ മാറിയെടുത്തത്. ഇന്ന് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓർത്തു, അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതും കൂടെ അങ്ങ് മാറിയെടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഗോൾഡ്. എൻ്റെ ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് മാറ്റി വയ്ക്കുമായിരുന്നു. ഇതാണ് മമ്മിയുടെ കമ്മൽ. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് 2ഉം എൻ്റെ കമ്മലാണ്. പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ എൻ്റെ മിഞ്ചിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. ജി ഗോൾഡിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ സാധനങ്ങൾ, ഈ കമ്മൽ, മോതിരം, അങ്ങനെയുള്ള സാധനങ്ങളുടെ കളക്ഷൻസ് അവിടെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയത്. അവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും നൈറ്റ് ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയായിരുന്നു ഗൈസ്.
ഈ വീഡിയോ നമ്മൾ അതിന് മുമ്പ് 2 ദിവസം മുൻപ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. ഞാൻ പിന്നെ ഇത് ചെറിയ വീഡിയോ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അപ്പുക്കുട്ടനും ഞാനും കൂടിയാണ് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പുക്കുട്ടൻ എന്തോ അവധിയായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളി പുൽപ്പയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മിക്കപ്പോഴും ഞാൻ ഡ്രസ്സ് എടുക്കാനൊക്കെ വരുന്നത് പുൽപ്പയിലാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അങ്ങോട്ടേ പോകാറുള്ളൂ. നമ്മുടെ അപ്പുക്കുട്ടന് സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പേടിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പുക്കുട്ടൻ സ്റ്റെപ്പ് പതുക്കെ ഇറങ്ങി വരുവാണേ. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഈ സ്കാർഫ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ തലയിൽ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും വലിയ ഷോളൊക്കെ ഇട്ടുകൊണ്ട് പോകണ്ടേ, എനിക്ക് അത് ഇഷ്ടമില്ല. എനിക്ക് സ്കാർഫ് ഇടുന്നതാണ് ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് ഈ നെറ്റിൻ്റെ സ്കാർഫ്. ഞാൻ എപ്പോൾ വന്നാലും മറന്നു പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തപ്പോൾ തന്നെ അവിടെയുള്ള ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു 3-4 സ്കാർഫ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്കാർഫായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ചിലപ്പോൾ ഇത് എല്ലായിടത്തും കണ്ടെന്ന് വരത്തില്ല. ഇനി ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഓർത്തൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും മേടിച്ചത്. പിന്നെ ഇവിടുന്ന് നേരെ ഞങ്ങൾ അപ്പുക്കുട്ടനുള്ള ഷൂ തപ്പിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഗൈസ്. ഒരു 1.5 മണിക്കൂർ നമ്മുടെ അപ്പുക്കുട്ടനെ ഷൂ തപ്പി പോയിട്ടുണ്ടായിരുന്നു. ബേബി ഹഗിലും മിക്കയിടത്തും നോക്കി, പക്ഷെ അപ്പുവിന് ചേരുന്ന ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവസാനം ഫൈനലി എന്തായാലും ഒന്ന് ഡിസൈഡ് ചെയ്യുന്നത് വെച്ചിട്ട് ഇതാണ് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് 1.5 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ഷൂ എങ്കിലും നമ്മുടെ അപ്പുക്കുട്ടനെ കിട്ടുന്നത്. ഇവിടെ പൊതുവേ കുട്ടികളുടെ ഷൂവിൻ്റെ കളക്ഷൻസ് വളരെ കുറവാണ് ഞാൻ കണ്ടത്. ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ചിലപ്പോൾ അത് അപ്പുക്കുട്ടന് ചേരുന്നുണ്ടാവത്തില്ല. അങ്ങനെ കുറേ നേരം അപ്പുക്കുട്ടൻ്റെ ഷൂ തപ്പി തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും